കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിലേത്. കുഞ്ഞുങ്ങളും കുട്ടികളുമടക്കം ഇനിയും ഒരുപാട് പേർ മണ്ണിനടിയിലാണ്. പുരുഷോത്തമൻ പെരിയ എഴുതിയ കുറിപ്പ്. വയനാട് ഒരു തീരാനോവായി മനസ്സിലേക്ക് ഓടി വരുന്നു. ഇങ്ങ് ദൂരെ ഇരുന്ന് അങ്ങകലെ ഇതുവരെ അറിയാത്ത ചൂരൽമലയും മുണ്ടക്കയും മനസ്സിലൊരു വിങ്ങലായി ഉരുൾപൊട്ടുന്നു. മഴമേഘം ഉരുണ്ടുകൂടി ഭൂമിയിലേക്ക് പെയ്തിറങ്ങി ഉരുൾപൊട്ടിയപ്പോൾ ജീവിതത്തിൽ ഇരുൾ വീണവരായി അവർ മാറി. സ്വപ്നങ്ങൾ നെയ്തവർ, നാളേക്കായി സ്വരുക്കൂട്ടിയവർ, പാവപ്പെട്ടവർ, പണക്കാർ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, പരസ്പരം വിവേചനമില്ലാതെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും ആരുമില്ലാതെ എല്ലാവരും ഒരുമിച്ച് പോയ നിമിഷം. അവശേഷിക്കുന്നവർ എന്തു ചെയ്യും? കിട്ടുന്ന സഹായങ്ങൾ എത്രമാത്രമായിരിക്കും? ഉള്ളവനും ഇല്ലാത്തവനും ഒന്നിൽ നിന്നും തുടങ്ങണം. മുന്നിൽ കാണുന്ന ശൂന്യതയിലേക്ക് എന്തായിരിക്കും അവർ നിക്ഷേപിക്കുന്നത്? ഉറ്റവരും ഉടയവരും ഇല്ലാത്ത അവർ എന്തിനാണിനി ജീവിക്കുന്നത്? ഒരുമിച്ചിരുന്ന് സന്തോഷിച്ചവർ, സങ്കടങ്ങൾ പരസ്പരം കൈമാറിയവർ, അവരാരും ഒരുമിച്ചില്ല. ബന്ധങ്ങളും ബന്ധനങ്ങളും നഷ്ടപ്പെട്ടവർ, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. തിട്ടപ്പെടുത്താനാകാത്ത കണക്കുകൾ, പ്രാണനുലയ്ക്കുന്ന ആത്മനൊമ്പരങ്ങൾ, ഇതൊക്കെയാണ് ബാലൻസ്. ഖബറിൽ തൻ്റെ ഉറ്റവരുടെ ദേഹത്ത് ഒരു പിടി മണ്ണിടാൻ ആരുമില്ല. പള്ളിയിൽ അന്ത്യയാത്രയിൽ അന്ത്യചുംബനം നൽകാൻ ആളില്ല. പട്ടടയ്ക്ക് തീ കൊളുത്താൻ ഉറ്റവരില്ല. മരണപ്പെട്ട എല്ലാവരും അവിടെ എത്തിയ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരുന്നു. എല്ലാം ശവം മാത്രം. ജാതിമത രാഷ്ട്രീയമില്ലാത്ത വെറും മൃതശരീരങ്ങൾ. ജീവിക്കുന്നവരെ, പാതി ജീവനായവരെ നമുക്ക് ചേർത്ത് നിർത്തണം. ഒരമ്മ പെറ്റ മക്കളെപ്പോലെ. ഒന്നും സ്ഥായിയല്ല എന്ന ചിന്തയിലൂടെ ഉള്ളതിൽ ഒരളവ് അവരിലേക്കും പകരാം. ആരോടും കണക്കു തീർക്കാനുള്ളതല്ല ഈ സമയം, ചേർത്ത് നിർത്താനുള്ളതാണ്. ഇതും നമ്മൾ അതിജീവിക്കും. പ്രിയപ്പെട്ടവർക്ക് കോടി പ്രണാമം.